السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وأن سمرة بن جندب رضي الله عنه قال قال رسول الله صلى الله عليه وسلم أحب الكلام إلى الله أربعين سبحان الله والحمد لله ولا إله إلا الله والله أكبر لا يضرك بأيهن بدأت റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണോ? അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ലോകമിന്ന് പ്രശ്ന സങ്കീർണതകളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി ഒക്കെ സ്വസ്ഥവും സമാധാനവുമായി ഇബാദത്ത് ചെയ്യാൻ പോലും കഴിയാത്ത വിധം പ്രശ്നങ്ങൾ സങ്കീർണമാണ്. ഒരുപക്ഷെ ഇബാദത്ത് കൈയൊഴിക്കാൻ പോലും പ്രേരിതമാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് മനുഷ്യനെ തുറച്ചു നോക്കുന്നത് എന്നർത്ഥം. ഒരു നല്ല തുടക്കമുണ്ടാകാനും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകാനും ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനൊക്കെ പരിഹാരമായി ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റിലും ഫിക്റിലും കഴിഞ്ഞുകൂടുക എന്നല്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മറ്റെന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അള്ളാഹിനെ പറ്റിയുള്ള ചിന്തയും ഓർമ്മയും ഉണ്ടാകുന്ന മനസ്സിലേക്ക് സമാധാനം മെല്ലെ മെല്ലെ മഞ്ഞു പോലെ കയറി വരും. അതൊരു കുളിരായി പെയ്തിറങ്ങും. അതിൻ്റെ സുന്ദരമായ ആ ഒരു നല്ല തണുപ്പിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയായിത്തീരും. നമുക്കൊക്കെ സുപരിതമായൊരു ഹദീസാണല്ലോ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി വസഖീലത്താനി അലൽ മീസാനി വഹബീബത്താനി ഇലർ റഹ്മാനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നമ്മൾ പറഞ്ഞ സുബ്ഹാനല്ലാഹ് അക്കൂട്ടത്തിൽ വബിഹംദിഹി കൂടി ചേർത്തി ഒരാൾ പറയുക എന്നുള്ളത് നാവ് കൊണ്ട് പറയാൻ വളരെ ലഘുവായ, എന്നാൽ അത് കൊണ്ടുപോയൊരു മീസാൻ എന്ന തുലാസിൽ നാളെ പരലോകത്ത് തൂക്കാൻ വെച്ചാൽ ഏറ്റവും ഭാരമുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടപ്പെട്ട വചനങ്ങളാണത്രേ അവ. ആ രണ്ട് വചനങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. എന്നാൽ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു സംഗതിയാണ് അഹബ്ബുൽ കലാമി ഇലല്ലാഹ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 2137 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തുന്ന ഹദീസിൽ റസൂലുള്ളാഹി അഹബ്ബുൽ കലാമി ഇലല്ലാഹി, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വചനങ്ങൾ 4, അല്ലെങ്കിൽ അള്ളാഹുവിന് പ്രിയങ്കരമായ 4 വചനങ്ങൾ. അത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നമുക്കൊക്കെ അറിയാത്തതൊന്നുമല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത, ഇതിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഹദീസിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം ഈ പറഞ്ഞ ലഫ്ളിൽ നിന്നൊന്ന് മാറി പറഞ്ഞു പോയാലും പ്രശ്നങ്ങളില്ല. എന്നാൽ അതിനേക്കാൾ നാം ഓരോരുത്തരും മനസ്സിലാക്കുന്ന കാര്യം, പ്രശ്ന സങ്കീർണതകളിൽ നിന്ന് ആശ്വാസം കിട്ടാൻ, ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ, സ്വസ്ഥത കൈവരിക്കുവാൻ ഏറ്റവും അനിവാര്യമായ വചനങ്ങൾ കൂടിയാണ് ഈ വചനങ്ങൾ എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു മഹാപരിശുദ്ധൻ. വൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. വലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരും ഇല്ല. വല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. ഇതിങ്ങനെ ഉരുവിടുന്ന ഒരു നാവിൽ നിന്ന് ഒരിക്കലും അശാന്തിയുടെയോ അസമാധാനത്തിൻ്റെയോ അതല്ലെങ്കിൽ അസ്വസ്ഥതയുടെയോ ശബ്ദം ഉയരുകയില്ല, ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റിലും ഫിക്റിലും കഴിഞ്ഞുകൂടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദിക്റുകളും ഫിക്റുകളും നിറഞ്ഞു നിൽക്കുന്ന ഈമാൻ കാമിലാകുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്ക് ഏവർക്കും നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.